പ്രസംഗ കലയെക്കുറിച്ച്, പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ച് ഡെയിൽ കാർണഗിയുടെ വളരെ മനോഹരമായൊരു കൊട്ടേഷനാണ്. ദർ ആർ ഓൾവേസ് 3 സ്പീച്ചസ് ഫോർ എവരി വൺ യു ആക്ച്വലി ഗേവ്. ദ വൺ യു പ്രാക്ടീസ്ഡ്, ദ വൺ യു ഗേവ്, ദ വൺ യു വിഷ് യു ഗേവ്. ഈ ഒരു കൊട്ടേഷനിലൂടെ ഉദ്ദേശിക്കുന്നത്, നമ്മൾ നൽകുന്ന ഓരോ പ്രസംഗത്തിനും 3 വേർഷനുകളുണ്ട്. അതിൽ ഒന്നാമത്തത് ദ വൺ യു പ്രാക്ടീസ്ഡ്, നമ്മൾ തയ്യാറെടുത്ത പ്രസംഗം. മണിക്കൂറുകൾ എടുത്ത് നമ്മൾ തയ്യാറെടുത്ത ഒരു പ്രസംഗം, ഒരു പക്ഷേ അതിൻ്റെ സ്ക്രിപ്റ്റ് നമ്മൾ എടുത്തുണ്ടാവാം, അല്ലെങ്കിൽ പോയിന്റുകളാവാം, അതും അല്ലെങ്കിൽ നമ്മളെ മനസ്സിൽ കൃത്യമായ ഒരു ധാരണ ഉണ്ടാവാം. രണ്ടാമത്തേത് ദ വൺ യു ഗേവ്, യഥാർത്ഥത്തിൽ നമ്മൾ നൽകിയ ഒരു പ്രസംഗം, അത് റിയാലിറ്റിയാണ്. ആ പെർഫോമൻസ് ഒരു പക്ഷേ നമുക്ക് ചില പോയിന്റുകൾ മറന്നു പോവാം, ഒരു പക്ഷേ പ്രഭാഷകൻ നെർവസ് ആവാം. പക്ഷേ ചില സിറ്റുവേഷനിൽ ചില ആളുകൾ അവർ പ്രതീക്ഷിച്ച പോലെ അതിനേക്കാളും മികച്ച രീതിയിലും പെർഫോം ചെയ്തേക്കാം. മൂന്നാമത് ദ വൺ യു വിഷ് യു ഗേവ്, പ്രസംഗത്തിന് ശേഷം നമ്മൾ സ്വയം വിലയിരുത്തുന്ന മൂന്നാമത് വേർഷൻ. അവിടെ നമുക്ക് പലപ്പോഴും ആ വിലയിരുത്തലിൽ എനിക്ക് ഒന്നുകൂടി ഒരു പവർഫുള്ളായ എക്സാമ്പിൾ ഉപയോഗിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, എനിക്ക് ഒന്നും കൂടി ബെറ്റർ പോയിന്റുകൾ, ഒന്നുകൂടി നല്ല പോയിന്റുകൾ എനിക്ക് യൂസ് ചെയ്യാമായിരുന്നു, എൻ്റെ ഭാഷ നന്നാക്കാമായിരുന്നേനെ. ഇങ്ങനെയുള്ള സ്വയം വിലയിരുത്തലുകളും വരുന്ന ഒരു മൂന്നാമത് വേർഷൻ. ഈ ഒരു കൊട്ടേഷൻ അവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത്, നമ്മൾ ഒരിക്കലും പെർഫെക്ഷനിൽ ഫോക്കസ് ചെയ്യേണ്ടതില്ല. നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുക, നിരന്തരം പെർഫോം ചെയ്യുക. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗിക്കുമ്പോൾ മികച്ച പ്രസംഗം പെർഫോം ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് നമ്മൾ തയ്യാറെടുത്ത പ്രസംഗവും യഥാർത്ഥത്തിൽ നമ്മൾ പെർഫോം ചെയ്ത പ്രസംഗവും പിന്നീട് നമ്മൾ സ്വയം വിലയിരുത്തുന്ന ആ ഒരു വേർഷനും മൂന്നും തമ്മിൽ അന്തരമില്ലാതെ, അല്ലെങ്കിൽ അന്തരം വളരെ കുറച്ചുകൊണ്ട് ഒരു മികച്ച പ്രഭാഷകനിലേക്കുള്ള നമ്മുടെ യാത്ര വളരെ എളുപ്പമാവുന്നു. ഇതാണ് ഈ ഒരു കൊട്ടേഷൻ്റെ വളരെ മനോഹരമായൊരു മെസ്സേജാണ് ഈ കൊട്ടേഷൻ നമുക്ക് കൈമാറുന്നത്.